കോഴിക്കോട് നിന്നും എം.എസ്. അനീഷ് കുമാർ കൂടി ചേരുന്നു. അനീഷ, ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്, നിർണായകമായ ദിവസം. എന്താണ് കോഴിക്കോടിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? കോഴിക്കോട് ജില്ലയിൽ 2 മണ്ഡലങ്ങളാണുള്ളത്. 2 മണ്ഡലങ്ങളിലും തീപാറുന്ന പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. നേരത്തെ തന്നെ 2 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ ആയി. എന്നാൽ വടകര കുറച്ചുകൂടി സർപ്രൈസ് എൻട്രി എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്ന ഷാഫി പറമ്പലിൻ്റെ വരവാണ്. അവിടുത്തെ സിറ്റിംഗ് എം പി ആയ കെ മുരളീധരൻ തൃശ്ശൂരിലെ പോര് നയിക്കാനായി തൃശ്ശൂരിലേക്ക് പോയപ്പോൾ പകരം പാലക്കാട്ട് നിന്നും ഷാഫിയെ ഇവിടേക്ക് നിയോഗിച്ചതാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും അവസാന സർപ്രൈസായി പുറത്തു വന്നത്. എന്തായാലും സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് തന്നെ, അതായത് UDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് കെ മുരളീധരൻ ആകുമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ ചുവരെഴുത്തുകളും പോസ്റ്ററുകളും ഒക്കെ പതിച്ച ഘട്ടത്തിൽ കെ ശൈലജയാണ് CPMൻ്റെ ഏറ്റവും ജനകീയ മുഖം, ഏറ്റവും ജനസമ്മതിയുള്ള നേതാക്കളിൽ ഒരാളായ കെ ശൈലജ അവിടെ തൻ്റെ പ്രചാരണം ഏറെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ CPM കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ഇടത് ക്യാമ്പുകളെ പോലും ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ഷാഫി പറമ്പിൽ വടകര പട്ടണത്തിലേക്ക് എത്തിയത്. വലിയ വരവേൽപ്പ്. ഈ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പാലക്കാട്ട് നിന്നും അവരുടെ പ്രവർത്തകർ ഷാഫിയെ യാത്ര അയച്ചപ്പോൾ ഇവിടെ വലിയ ആഘോഷപൂർവ്വം ഏതാണ്ട് 3-3.5 മണിക്കൂർ വടകര പട്ടണം തന്നെ നിശ്ചലമാവുന്ന രീതിയിലുള്ളൊരു പ്രകടനമാണ്, അല്ലെങ്കിൽ അത്ര വലിയൊരു ആൾക്കൂട്ടമാണ് ഷാഫിയെ സ്വീകരിക്കാനായി വടകരയിൽ എത്തിയത്. പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങളിലും ഇതേ രീതിയിൽ തന്നെയുള്ള പേരാമ്പ്രയിലായാലും കൊയിലാണ്ടിയിലായാലും ഒക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയ ജനക്കൂട്ടം ഉണ്ട്. അത് പതിവ് ഷാഫിയുടെ ശൈലിയിൽ തന്നെ ഒരു ഓളം സൃഷ്ടിച്ച് വോട്ട് തേടുക എന്ന ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. മറുവശത്ത് കെ ശൈലജ ടീച്ചറുടെ പരിപാടികളിലും ഇതേ രീതിയിൽ ഓളം പ്രകടമാണ്, വലിയ ജനക്കൂട്ടം പ്രകടമാണ്. അവർ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ സ്ത്രീകളും കുട്ടികളും അമ്മമാരുമൊക്കെയാണ് അവരെ കൂടുതലായി കാത്തിരിക്കുന്നത്. അങ്ങനെ 2 വശത്തും കരുത്തരായ 2 സ്ഥാനാർത്ഥികളെ ഇറക്കി. ഒരാൾ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനെങ്കിൽ മറുവശത്ത് അങ്ങേയറ്റം പരിചയസമ്പന്നയായ ഒരു സ്ഥാനാർത്ഥി ഇറക്കിയാണ് CPM ഈ തെരഞ്ഞെടുപ്പ് നേടാൻ ഒരുങ്ങുന്നത്. ഈ LDFിൻ്റെ കോട്ടയാണ് വടകര എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളായി പാർട്ടിക്ക് ആ കോട്ട നിലനിർത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 കൽപ്പിച്ചുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഇത്തവണ CPM എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വളരെ സജീവമായി പ്രചരണം മുന്നോട്ട് നീങ്ങുന്നു. പ്രഫുൽ കൃഷ്ണ എന്ന താരതമ്യേന പുതുമുഖമായ മണ്ഡലത്തിൽ തന്നെയുള്ള ആളെയാണ് BJP കളത്തിലിറക്കിയിരിക്കുന്നത്. എന്തായാലും ഇടതും വലതും മുന്നണികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ LDFും UDFും തമ്മിലുള്ള നേരിട്ട് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്, അതിശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നു. ഒപ്പം ഈ പുറത്തു നിന്നുള്ള ആളുകളാണ് 2 പേരും ഇത്തവണ മത്സരിക്കുന്നത്, LDFും UDFും. അതുകൊണ്ട് തന്നെ ഈ വികസന വാഗ്ദാനങ്ങൾക്കൊക്കെ അപ്പുറം പൊതുവായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ് അവിടെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. പ്രധാനമായും TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതിയുടെ 2ാമത്തെ വിധിയും മറ്റുമൊക്കെ വലിയ ചർച്ചയാവുന്നു. ഒപ്പം ഈ കേന്ദ്ര അവഗണന നിരന്തരം തുടരുമ്പോഴും UDFിൻ്റെ MP-മാർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. അത് സംസ്ഥാന സർക്കാരിന്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കുന്നു എന്നാണ് ശൈലജ ടീച്ചർ വാദിക്കുന്നത്. ഒപ്പം ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ന്യൂനപക്ഷ വോട്ടുകൾ കാര്യമായുള്ള മണ്ഡലത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാന പ്രചാരണ വിഷയമായി ഇരു മുന്നണികളും ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയം അതുതന്നെയാണ്. അത്തരത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന 1-2 മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും മുഖ്യമായി തന്നെ വരുന്ന ഒരിടമായി വടകര മാറിയിരിക്കുന്നു. മറുവശത്ത് കോഴിക്കോട് പരിശോധിച്ചാൽ 3 സ്ഥാനാർത്ഥികളും കരുത്തന്മാരാണ്. കാരണം MK രാഘവൻ എന്ന അവരുടെ ജനകീയനായ സിറ്റിംഗ് MP തന്നെ ആണ് കോൺഗ്രസ് ഇത്തവണ കളത്തിലിറക്കുന്നത്. മറുവശത്ത് CPMലെ ഏറ്റവും മുതിർന്ന, നിലവിൽ രാജ്യസഭ MP കൂടിയായ എളമരം കരീമിനെ ഇറക്കിയിരിക്കുന്നു. മറുവശത്ത് ഈ നാട്ടുകാരൻ തന്നെയായ കോഴിക്കോട് മത്സരിച്ച് പരിചയമുള്ള MT രമേശ് എന്ന അവരുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളെയാണ് BJP ഇറക്കിയിരിക്കുന്നത്. എന്തായാലും 3 പേരും വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട്. വളരെ ശ്രദ്ധേയമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടുണ്ട്. ഇവിടെയും പ്രധാന വിഷയവുമായി മാറിയിരിക്കുന്ന വികസനത്തിനപ്പുറം ഇപ്പോൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞാണ് 3 മുന്നണികളും ആളുകളിൽ നിന്നും വോട്ട് പിടിക്കുന്നത്. നമുക്കറിയാം, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടായാലും പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ആയാലും ഈ ന്യൂനപക്ഷ വിഷയങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുമ്പോൾ ഏറ്റവും അധികം ഈ പരിപാടികൾ നടക്കുന്ന ഒരു ഇടമാണ് കോഴിക്കോട്. ഈ CPMൻ്റെ സെമിനാറായാലും കോൺഗ്രസിൻ്റെ ജനകീയ സദസ്സായാലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രചാരണ പരിപാടികൾ നടക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് മറ്റു വിഷയങ്ങളെല്ലാം വകഞ്ഞു മാറ്റി ഇപ്പോൾ CAA തന്നെയാണ് കോഴിക്കോട് പ്രധാന പ്രചാരണ വിഷയമായി മാറിയിരിക്കുന്നത്. മണ്ഡലം ഇപ്പോൾ കോഴിക്കോട് ഏറ്റവും പ്രധാന വിഷയമായി മാറിയിരിക്കുന്നത്. അത് പ്രചാരണ രംഗത്തേക്ക് എത്തുമ്പോൾ അത് എങ്ങനെ വോട്ടിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും